സുരഭി തിയേറ്ററിൽ കങ്കുവ കാണാൻ വന്നതിന്റെ റിവ്യൂ ഇറങ്ങാൻ വന്നതാണ്. വെളുപ്പിന് വന്നതാണ്. എന്റെ ഒന്നോ വാസമലരെ ശിവണ്ണ, നിനക്ക് വേറെ വല്ല പരിപാടി ചെയ്തൂടെ? സമ്മതിക്കണം. നല്ലത് ആകെ പടത്തില് സൂര്യയുടെ അഭിനയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1000 കോടിയൊക്കെ തള്ളി മറിക്കുന്ന പറഞ്ഞ അവന്റെ തലക്കാതെ അടിക്കുന്നു. 3D നല്ല രസമുണ്ട്. BGM കേട്ടിട്ട് ചെവിട്ടൊക്കെ വേനെടുത്തിട്ട് പാടില്ല. അമ്മോ, ചെവിട്ടും കണ്ട് കേൾക്കാത്ത സൗണ്ടാ. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അല്ലാണ്ട് VFX നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അഭിനയത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറെ ക്രിഞ്ചി ലവ് സ്റ്റോറിയൊക്കെ ഒരുമാതിരി. പിന്നെ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴാണ് കണ്ടിരിക്കാൻ രസമുള്ളൂ. അതിലാണെങ്കിൽ ആവശ്യത്തിന് അനാവശ്യത്തിനും അലർച്ചയും BGM-ഉം എല്ലാം കൂടി മിക്സ് ചെയ്തോണ്ട് ഇതിക്കൂടെ മറ്റേ റെയിൽവേ പാളത്തിന്റെ അടുത്ത് പോയി ഇരുന്ന എങ്ങനെ ഉണ്ടാവും? ട്രെയിൻ പോകുമ്പോ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല, ഇങ്ങനെ കട 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 സൗണ്ട് വരുന്ന പോലെ. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ഒന്ന് ദൈവമേ. പക്ഷെ പടം ഭയങ്കര മോശമല്ല കേട്ടോ. അതിന് ഞാൻ അങ്ങനെ അല്ല പറഞ്ഞേ. പടം ഭയങ്കര മോശമല്ല. പടം കണ്ടിരിക്കാവുന്ന പടമാണ്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. 3D ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി കുറച്ച് സീനുകള് ഈ ജെംസ് മിഠായി എറിയുന്നതും മറ്റേ കുട്ടിച്ചാത്തലിൽ കണ്ട പോലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കാണാന്നുള്ളൂ. കണ്ടിരിക്കാം, അത്ര പറയാൻ പറ്റുള്ളൂ. സൂപ്പർ പാട്ടുകളൊന്നും പറയാൻ പറ്റിയ പാട്ടുകളൊക്കെ ആവറേജ് ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? സൂര്യ നല്ല നല്ല എനർജി ആയിട്ടിരിക്കുന്നുണ്ട്. അഭിനയിച്ചവരും സൂപ്പറായിട്ടുണ്ട്. BGM, ക്യാമറ വർക്ക് പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതൊക്കെ ചെയ്യാൻ അവർക്ക് വേണ്ടി. പക്ഷെ അത് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പോരായ്മ അതിൽ കാണിച്ചായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങളൊരു മനസ്സിലൊരു ആവറേജ് പടം വിചാരിച്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പടം കാണാം. അത്യാവശ്യം നല്ലൊരു പടമായിട്ട് കാണാം. ഭയങ്കര മോശപ്പെട്ടൊന്നുമല്ല കേട്ടോ. കാരണം നമ്മൾ അത് ഡയറക്ടറും ഇവരൊക്കെ തന്നെ കുഴപ്പമായിരുന്നു. ഇന്റർവ്യൂവിനും പ്രൊമോഷനൊക്കെ വന്നപ്പോൾ ആ ജാതി തള്ളിയത് കൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. കാരണം 1000 കോടി കളക്ട് ചെയ്യും, അതൊക്കെ ഇതിപ്പോ 1000 കോടി അതിനിപ്പോ കണ്ടറിയേണ്ടി വരും. അതുപോലെ 10000 സ്ക്രീൻ കിട്ടുമെന്ന് പറഞ്ഞു. ലക്കി ഭാസ്കറും മറ്റുള്ള പടങ്ങളൊക്കെ ഓർഡർ കാരണം ആ സ്ക്രീനിന്റെ ഗസൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നിങ്ങള് കണ്ടു നോക്കുക. അതിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. എന്നാലും ഒരു 3D പടം കാണാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ചില കാര്യങ്ങൾ മനസ്സിലാവും. ആർട്ടുകാര് ചെയ്തിട്ടുണ്ട്. DOP സാധാരണ ഇത് തന്നെ. പിന്നെ പാസം തമിഴ് എന്തെങ്കിലും ആവട്ടെ, കണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ. അല്ലാണ്ട് തള്ളി മറക്കണം അത്ര ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത റിവ്യൂല് വീണ്ടും കാണാം. അണ്ണാത്തെ വെച്ച് നോക്കുമ്പോ നല്ല പടം കേട്ടോ. അങ്ങനെ പറയുമ്പോ അതുകൂടി പറയാനല്ലോ. അണ്ണാത്തെ വെച്ച് നോക്കുമ്പോ ഇത് കിണ്ണങ്ങാച്ചി പടമാണ്. കുഴപ്പമില്ല, എല്ലാവരും എന്തായാലും കണ്ടു നോക്ക്. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. കാണാനുള്ള പടം ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, എന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര മോശം പടാണെന്ന് വിചാരിക്കും. 3D ഏറ്റ മോനെ പൊളി 3D. എന്തായാലും കണ്ടു നോക്കിയിട്ട് എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കാണുന്നതിൽ 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ ലൈക്ക് ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് കമന്റ് ഇട്ട് പോകും, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ.